പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ദൈവ കഴിവുകൾ വർദ്ധിപ്പിക്കുക മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന് സമാധാനമില്ലേ? മക്കളുമായിട്ടുള്ള നിൻ്റെ പൊറുതിയിൽ നിൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നുണ്ടോ? നിൻ്റെ ജീവിത പങ്കാളിയുമായിട്ടുള്ള നിൻ്റെ ജീവിതത്തിൽ നിനക്ക് സമാധാനം നഷ്ടപ്പെടുന്നുണ്ടോ? അതിനെല്ലാം ഈ വലിയ നോൻപ് തന്നെയാണ് ഉത്തരം. അതിനെല്ലാം ഉപവാസം തന്നെയാണ്, പ്രാർത്ഥന തന്നെയാണ് ഉത്തരം. എസ്രായിൽ അതിമനോഹരമായൊരു വചനമുണ്ട്. എസ്ര, ഞാനീ പറയുന്ന വചനം എസ്ര 500, നമ്മുടെ POC ബൈബിളിലെ 567 പേജിൽ എസ്ര 8-ാം അധ്യായം 21-ാമത്തെ വാക്യമാണ്. ഈ വഴിയിൽ വെച്ച് സംസാരിച്ച കക്ഷികളില്ലേ, എന്താണ് അവർ സംസാരിച്ചത്? തങ്ങളിൽ ആരാണ് വലിയവനെന്ന്. ദാറ്റ് മീൻസ് അവരുടെ അഹന്ത കൂടിയ കൊണ്ടല്ലേ, അവർക്ക് എളിമയില്ലാത്ത കൊണ്ടല്ലേ ആ ചോദ്യങ്ങൾ വന്നത്. ഈ അഹന്തയാണ് ഈ പ്രശ്നം. ഉപവാസം എപ്പോഴും ഗൺപോയിൻറ്റിൽ കൊണ്ടുവരുന്നത് ഒരു മനുഷ്യൻ്റെ അഹംഭാവങ്ങളെയാണ്. അതാണ് തങ്ങളിൽ ആരാണ് വലുത് എന്നാണ് അവർ സംസാരിച്ചത്. അതിനാണ് ഈ ഉപവാസം വന്നിരിക്കുന്നത്. എന്തിനാണ്? അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ നമ്മളെ എളിമപ്പെടുത്തുവാൻ. അതാണ് എസ്ര പറയണത്. എന്താണ്? എസ്ര 8:21, ദൈവസന്നിധിയെ തങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിനും. ഒന്നേറ്റ് പറഞ്ഞേ, ദൈവസന്നിധിയെ തങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിനും മക്കളോടും വസ്തുവകളോടും കൂടെ ഞങ്ങളുടെ യാത്ര സുഗമമാകുന്നതിനും. അതാണ് വസ്തുവക, ജോലി. ഇപ്പം ജോലിയുടെയൊക്കെ പ്രമോഷൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ യാത്ര സുഗമമാകത്തില്ല, ഇല്ലേ? ജോലി നഷ്ടപ്പെട്ടാലോ? ഇപ്പം എത്രയോ പേരുടെ ജോലിയാണ് ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുന്നത്. കൊറോണ പ്രമാണിച്ചുകൊണ്ട് ജോലി നഷ്ടപ്പെട്ട ആൾക്കാരില്ലേ? അച്ഛൻ പറഞ്ഞ കേൾക്കണം മക്കൾ. ഈ മോര് കടിയണ പോലെ ഇരുന്നുകൊണ്ട് കടഞ്ഞിട്ടാണ് കർത്താവ് ഈ വെണ്ണ പൊക്കിക്കൊണ്ട് വരുന്നത്. 3-4 ദിവസം പ്രാർത്ഥിക്കും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി. പക്ഷേ എല്ലാം കർത്താവ് തരണത് ഈ ദിവസം രാവിലെ ആയിരിക്കും. ഇപ്പം എന്നാ പറയണത്? കുടുംബസമാധാനവും ജീവിത തകർച്ചയും ഉപവാസം കൊണ്ട് നോൻപ് കൊണ്ട് പരിഹരിക്കാവുന്ന. എന്താ പറയണത് നോക്കിയേ? അതായത് ദൈവസന്നിധി ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിനാം മക്കളോടും വസ്തുവകളോടും കൂടെയുള്ള ഞങ്ങളുടെ യാത്ര. ഏത് പറഞ്ഞേ? മക്കളോടും വസ്തുവകളോടും കൂടിയുള്ള ഞങ്ങളുടെ യാത്ര സുഗമമാകുന്നതിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് നദി തീരത്ത് വെച്ച് ഞാൻ ഉപവാസം പ്രഖ്യാപിച്ചു. സഭയിൽ ഉപവാസം പ്രഖ്യാപിച്ചിരിക്കുന്ന കാലമാണ്. അപ്പം അതിനിങ്ങനെ കൂടിയൊരു കാര്യം ഉണ്ടെന്ന് മനസ്സിലാക്കണം. ആരാണ്? ജീവിതയാത്ര സുഗമമാകുന്നതിന് വേണ്ടി. ആരോട് കൂടി? മക്കളോട് കൂടി. മക്കളായാലും മരുമക്കളായാലും നിസ്സാരൊരു വാക്ക് മതിയല്ല. മരുമകളെ പൈസക്ക് വീട്ടിൽ പോയി നിൽക്കാൻ, പിന്നെ അവൾ വരത്തുമില്ല. അതെന്താ കാര്യം? നമ്മളീ മോങ്ങായിരിക്കുന്ന പട്ടിയുടെ തലേ തേങ്ങ വീണെന്ന് പറഞ്ഞ പോലെയാണ്. പണ്ടത്തെ സംസാരം കൊണ്ട് ഒന്നും ഇക്കാലത്ത് ജീവിക്കാൻ പറ്റത്തില്ല. മാതാപിതാക്കന്മാരും പ്രത്യേകം. ഞാൻ ഇന്നലെ ഒരു വികസനത്തിൻ്റെ വീഡിയോ കണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം, നമ്മളുടെ കേരളത്തിൻ്റെ പലരുടെയും മനസ്സ് 200 കൊല്ലം മുമ്പുള്ള മനസ്സാണ്. അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണ്. റോഡ് വികസിക്കണ്ട, റോഡ് വലുത് വേണ്ട, റോഡ് വികസിക്കണ്ട, പണ്ടത്തെ കാലത്ത് കാളവണ്ടി പോണതേ ഉള്ള വീതി മതി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇന്ന് ഇപ്പോൾ 200 കൊല്ലം മുമ്പ് ജീവിക്കേണ്ട ആൾക്കാർ ഇന്നും കേരളത്തിൽ ജീവിക്കുന്നുണ്ടെന്നാണ്. അത് ഭൗതിക വികസന കാര്യത്തിൽ മാത്രമില്ല, ആത്മീയ വികസന കാര്യത്തിലും ഇതുപോലെയുണ്ട്. എന്താണ്? നമ്മൾ പുതിയ തലമുറയോട് സംസാരിക്കുന്നത് പഴയ കാലത്തെ വാക്കുകൾ വെച്ചുകൊണ്ടാണ്. അതാണ് കുടുംബകലം കൂടുന്നത്. പുതിയ തലമുറയെ മനസ്സിലാക്കാൻ അവരുടെ അഭിരുചികൾ, താല്പര്യങ്ങൾ, നിലപാടുകൾ ഒക്കെ മനസ്സിലാക്കാൻ അവർ കുറേ കാലം കഴിഞ്ഞ് നോക്കി പറയും അവർ പറയണെല്ലാം കറക്റ്റാണെന്ന് നമുക്ക് മനസ്സിലാകും. അതിന് സമയമെടുക്കും. അവർ പറയണതെല്ലാം
കറക്റ്റാണെന്ന് നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു 75% അവർ പറയണത് കറക്റ്റാണെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമുക്ക് ഇനി 75 കൊല്ലം വേണം. ടൈം ഗ്യാപ്പ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നിരിക്കുന്നത് ഭയങ്കരമാണ്. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും അവർ കാണിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾക്ക് അവരോട് പറയാം. പക്ഷെ എപ്പോഴും നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്കൊരു ഐഡിയ വേണം. അതിற்கு മുമ്പ് ആ ഐഡിയ നമുക്കില്ല. നമ്മൾ പറയും ഓന്ത് ഓടിയാ വേലി വരെ, ചെമ്മീൻ ചടയെ ചട്ടി വരെ. അത് പണ്ടത്തെ കാലത്ത്. ഇപ്പോഴത്തെ ഓന്ത് വേലി വരെയല്ല, വേലിയും പൊളച്ച് പോകും. കാലം മാറിപ്പോയില്ലേ, ഓന്തിൻ്റെ വരെ സ്വഭാവത്തിൽ വ്യത്യാസം വന്നുപോയി. അപ്പോൾ ഈ കാലത്തിൻ്റെ മാറ്റം മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ പോകാനാ പോയി കഴിഞ്ഞാൽ അങ്ങനെയല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. നമുക്കൊരു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്വഭാവങ്ങളെന്ന് പറയുന്നത് ആ സ്വഭാവം മിസ്റ്റേക്കാണെന്നല്ല എൻ്റെ അർത്ഥം. അത് പുതിയ കാലത്തെ പുതിയ സ്വഭാവമാണെന്നാണ്. നമ്മൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്വഭാവം എന്ന് പറയുന്നത്, നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റാത്ത സ്വഭാവം. അതുകൊണ്ട് തന്നെ എളിമ ഉപവാസത്തിൻ്റെ ഭാഗമാണ്. തലമുറകളെ മനസ്സിലാക്കാൻ ഉപവാസം വല്ലാതെ സഹായിക്കും. കാര്യം എന്താണ്, എന്ത് വായിന്ന് തിരിച്ചു വരുമെന്ന് നമുക്കൊരു പിടിയില്ല. പക്ഷെ കർത്താവിനറിയാം എന്താണ് വരാൻ പോണത്, എന്താണ് സംഭവിക്കാൻ പോണത്. ഈ വാശി ദുർവാശി എന്നൊക്കെ പറഞ്ഞ സാധനമില്ലേ, അതാണ് ഈ വർക്കൗട്ട് ചെയ്യണം മുഴുവനും. വാശിയും ദുർവാശിയും ഒന്നും സംഭവില്ലേ. അപ്പം ഞാൻ തോറ്റുപോയല്ലോ, ഞാൻ തോറ്റു കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് തങ്ങളിൽ ആരാണ് വലിയവൻ, അതാണ് പ്രശ്നം. പഴയ പ്രശ്നം തന്നെയാണ്, പുതിയ തോൽക്കുടത്തിലാണെന്നേ ഉള്ളൂ. പഴയ വിഞ്ഞ് തന്നെയാണ്. തങ്ങളിൽ ആരാണ് വലിയ, ഈ വാശി എങ്ങനെ വന്നോ? ചില പെൺപിള്ളേർ അവർ തന്നെ ഇഷ്യൂ ഉണ്ടാക്കി, അവർ തന്നെ പ്രശ്നം ഉണ്ടാക്കി വണ്ടി കയറി പോയി വീട്ടിൽ നിൽക്കും. എന്നിട്ട് ചെറുക്കന് അവസാനം രമ്യതാകുമ്പോൾ, കോംപ്രമൈസ് ആകുമ്പോൾ പറയും എന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോകാൻ പറയും. അപ്പോൾ ഉടനെ അമ്മ ചെറുക്കനോട് പറയും, നീ അവളെ തല്ലി ഓടിച്ചതല്ല, അവൾ തന്നെത്താൻ പോയതല്ലേ, പോയ പോലെ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയും. ഇനി ഒട്ടും വരത്തില്ല. അതാണ് സാധനം. 50% പേര് വരാം. അവളെന്താ വരാത്തത്, തിരിച്ച് വരാത്തത് എന്താണ്? അവളുടെ പ്രശ്നം ഉണ്ടാക്കി പോയതാണെന്ന് വിചാരിച്ചോ? എന്തുകൊണ്ടാണ് അവൾ തിരിച്ചു വരാത്തത്? എന്നോട് ഞാൻ ചോദിക്കും, എടി മോളെ, നീയല്ലേ ഇഷ്യൂ ഉണ്ടാക്കിയത്, നീയല്ലേ പോയത്, നീയല്ലേ തിരിച്ച് വരേണ്ടത്. അപ്പോൾ അവൾ പറയും, എൻ്റെ അച്ഛാ ഞാൻ ചെന്നാൽ എനിക്ക് പട്ടിയുടെ വില ഉണ്ടാകത്തില്ല, പിന്നെ ഞാനെങ്ങനെ പോവും? പാവത്തിൻ്റെ പ്രശ്നം അതാണ്. ഞാൻ അവിടെ ചെന്നാൽ അപ്പം ഗതി കെട്ടാ പുലി. അപ്പം അമ്മായിയമ്മ കയ്യിലും പിടിച്ച് നിൽക്കുകയല്ലേ, അങ്ങനെ വരട്ടെ, ഗതി കെട്ടാ പുലി പുല്ലും തിന്നുമെന്ന് പറയും. ആരോട് പറയും? വെറുതെ പറയും. പോരെ, മോന്തക്കടിക്കാൻ വേറെ വല്ല പ്രശ്നമുണ്ടാ? അപ്പം ഇങ്ങനെ ഓരോ വിഷയം ഇവരിതിൻ്റെ അടിച്ചതിൻ്റെ അത് കയറരുത് എന്ന് പറഞ്ഞ് നിൽക്കും. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അമ്മ എന്താണ് ഈ മകനോട് പറയണത്? എടാ അവൾ വന്നില്ലേ പോട്ടറ, ഇതിനേക്കാൾ സ്ത്രീധനത്തെ വേറെ പെണ്ണെ കിട്ടും, കൊള്ളാം, നാട്ടിൽ പെണ്ണുങ്ങൾ മൊത്തമല്ലേ, ഒന്നും രണ്ടും പ്രസവിച്ചാണെന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല, അവിടെ ഇവിടെ ഇതുപോലെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും, അതിനേക്കാൾ എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് വീട്ടിൽ വഴിയിൽ വെച്ചുള്ള സംസാരമാണിത്. കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, വഴിയിൽ വെച്ച് നിങ്ങൾ എന്താ സംസാരിച്ചത്? കേട്ടില്ലേ സംസാരം? ഞാനീ പറഞ്ഞ കാര്യം കേട്ടില്ലേ? ഇതാണ് വഴിയിൽ വെച്ച് സംസാരിക്കുന്നത്. അവൾ പോട്ടെ, അവൾ പോയാൽ അവളെക്കാൾ നല്ല പെണ്ണ്, സൗന്ദര്യമുള്ള പെണ്ണ്, കാശുള്ള പെണ്ണ് വരും എന്നാണ് വഴിയിൽ വെച്ച് സംസാരിക്കുന്നത്. പക്ഷേ കർത്താവ് ചോദിക്കുക ആ ചോദ്യം, വഴിയിൽ വെച്ച് നിങ്ങൾ എന്തിനെ പറ്റിയാണ് സംസാരിച്ചത്? വീട്ടിലിരുന്ന് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ, കർത്താവിനെ കേൾപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് വഴിയിൽ വെച്ച് സംസാരിക്കുന്നത്. പക്ഷേ കർത്താവിനെ കേൾപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് വഴിയിൽ വെച്ച് സംസാരിച്ചതെന്നുണ്ടെങ്കിൽ കർത്താവ് അത് കേൾക്കാൻ താല്പര്യപ്പെടുകയില്ലെന്ന് നിങ്ങൾ ധരിക്കരുത്. നിങ്ങളെക്കൊണ്ട് ആദ്യം അത് സത്യം പറയിപ്പിക്കും. ഇന്ന കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞില്ലേ വഴിയിൽ വെച്ചു. ദൈവത്തിന് നിരക്കാത്ത, കുടുംബം തകർക്കുന്ന എത്ര കാര്യങ്ങൾ നിങ്ങൾ പെരുവഴി വെച്ച് പറഞ്ഞു, അതെല്ലാം എണ്ണി പറയിപ്പിക്കും. ഇതുകൊണ്ടാണ് എളിമപ്പെടാൻ വേണ്ടി ഉപവാസം വെച്ചിരിക്കുന്നത്. ശ്രുതികട ഹല്ലേലൂയ, ദൈവമേ, എളിമപ്പെട്ട് വിശുദ്ധി പ്രാപിക്കാൻ ഈ തപസ്സുകാലത്ത് ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുത്തണമേ, ദിവ്യകാരുണ്യത്താൽ മുദ്രയിടണമേ. എൻ്റെ പേര് രേഷ്മ, ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2024 5 മാസം 28-ാം തീയതിയാണ്. അത് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആദ്യം മാതാവിൽ അങ്ങനെ വിശ്വാസവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ എൻ്റെ അനിയത്തിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അപ്പം അവൾ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ നൈറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവളെ കളിയാക്കി, അവളെ ചിരിപ്പിക്കാറുണ്ടായിരുന്നു. അതായത്
അവൾ പ്രാർത്ഥിക്കുമ്പം വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അവളെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, നീ മാതാവിൻ്റെ അടുത്ത് ചെന്നാൽ മാത്രമേ നീ നന്നാവുള്ളൂ, അതുകൊണ്ട് ഉടമ്പടി എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞതിൻ്റെ പേര് മാത്രം ഞാൻ അവൾ ആദ്യം പുതുക്കാൻ വന്ന സമയത്ത് ഞാൻ അവളുടെ കൂടെ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം അന്ന് വൈകുന്നേരം മുതൽ എനിക്ക് ചിരിയില്ല, ഒന്നുമില്ല. ഞാൻ പ്രാർത്ഥനയിൽ അവളേക്കാൾ നന്നായി പിന്നെ ഞാനായി പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം. അങ്ങനെ പ്രാർത്ഥിച്ച് കുറച്ച് നാൾ കഴിഞ്ഞിട്ടും ഒന്നും പ്രത്യേകിച്ചൊന്നും നടക്കാണ്ട് വന്നപ്പോഴത്തേക്കും എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി ഞാൻ ആ ഉടമ്പടി ബുക്കൊന്ന് വായിക്കണമെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എല്ലാ ദിവസവും അരമണിക്കൂർ ബൈബിൾ വായിക്കണം. അത് ഞാൻ ചെയ്യുന്നുണ്ടായില്ല. അത് വായിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് ആ ബൈബിൾ ആദ്യം വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടുമ്പം മനസ്സിരുത്തി വീണ്ടും വീണ്ടും ചുമ്മാ വായിച്ച് വിടാണ്ട് ഓരോ ഭാഗവും എടുത്തെടുത്ത് വായിക്കണം എന്ന് പറഞ്ഞുകൂടി ഞാൻ വീണ്ടും അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഉണ്ടായിരുന്ന ടെൻഷനും കാര്യങ്ങളും എല്ലാം മാറി ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥനയിൽ ആത്മീയമായിട്ട് ഒത്തിരി വളർന്നു. അപ്പം ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത സമയത്ത് നിയോഗം വെച്ചത് എനിക്ക് ഞാൻ നേഴ്സാണ്, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം ഓപ്പറേഷൻ തിയേറ്ററിൽ AC ലീക്കായിട്ട് ആ ഗ്യാസ് മൊത്തം ശ്വസിച്ച് എനിക്ക് വയ്യാതായി. എനിക്ക് ശ്വാസമുട്ടൽ സംഭവിച്ചു. അങ്ങനെ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് ഞാൻ ട്രീറ്റ്മെൻറ്റുകൾ എടുത്തു. അപ്പം അതിനുശേഷമാണ് ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നത്. അപ്പം റിസൈൻ ചെയ്തിട്ട് മെഡിസിൻ കുറച്ച് സ്റ്റാർട്ട് ചെയ്തു. ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നെ ഉപ്പും തേനും മാത്രമായി എൻ്റെ മെഡിസിൻ. ബാക്കി ഇംഗ്ലീഷ് മരുന്ന് പല മെഡിസിൻസും യൂസ് ചെയ്തു. അതൊക്കെ ഞാൻ അതോടുകൂടി നിർത്തി. ഈ ഉടമ്പടി നിറച്ച വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് പിന്നെ ഞാൻ മുമ്പോട്ട് പോയി. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഈ കടുക് വറക്കുന്ന അങ്ങനെയുള്ള സ്മെല്ലുകൾ, പുക, ചാരം ഒന്നും ഒട്ടും പറ്റത്തില്ല. അപ്പോൾ തൊട്ട് ഞാൻ ചുമയ്ക്കാൻ തുടങ്ങും. ചുമച്ച് കഴിഞ്ഞാൽ ചുമച്ച് കണ്ണിൽ ചോര വരുന്ന പോലെ അതുപോലെ ചുമയാണ്. കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഇത് തനിയെ നിന്ന്. പക്ഷെ ഞാനത് മറന്നുപോയി. ഈ ശ്വാസമുട്ടലിൻ്റെ കാര്യം മാറി എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. പിന്നീട് ഒരു ദിവസം അമ്മ പറഞ്ഞപ്പോഴാണ് അയ്യോ ശരിയാണല്ലോ ഞാൻ എൻ്റെ ശ്വാസമുട്ടൽ മാറിയല്ലോ എന്ന് ഓർത്തത്. അന്ന് ഉടമ്പടി വെച്ച സമയത്ത് തന്നെ ഞാൻ എബ്രോഡ് പോകുന്ന കാര്യം ആഗ്രഹമുണ്ട്. പക്ഷേ പൈസയുടെ ബുദ്ധിമുട്ട് കാരണം അത് നമുക്കൊന്നും വിധിച്ചിട്ടില്ലല്ലോ എന്നുള്ള അതിൽ വലിയ മൈൻഡ് കൊടുക്കാണ്ടിരുന്നു. അപ്പോൾ വീട്ടുകാർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് ഞാൻ പുറത്ത് പോകണം, എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കണം എന്നുള്ള ഒരിതുള്ളതുകൊണ്ട് വീട്ടുകാരെ ഇതാക്കി ഞാനിങ്ങനെ അവർ പറയുമ്പോഴും ഞാൻ വലിയ മൈൻഡ് ആക്കത്തില്ല. നോക്കിയിട്ട് കാര്യമില്ല, പൈസ ഇല്ല, പിന്നെ എന്തിനാ വെറുതെ എന്നുള്ള ഒരു മൈൻഡിലായി മുമ്പോട്ട് പോയി. അപ്പം എനിക്ക് ഇങ്ങോട്ടേക്ക് തന്നെ ഓരോരോ വേക്കൻസികളും പുറത്തോട്ട് പോകാനുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ഇങ്ങോട്ട് തനിയെ വന്നുകൊണ്ടിരുന്നു. വന്നിട്ടും ഞാനൊരു എഫേർട്ടും എടുക്കാതെ ഞാൻ വേണ്ടാന്ന് വെച്ചു. അവസാനം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു നീ എന്തായാലും എടുക്ക്, നീ പള്ളിയിൽ ഓൾറെഡി പോകുന്നതല്ലേ, നീ എടുക്കാൻ പറഞ്ഞ്. അങ്ങനെ ഞാൻ ഒരു ഏജൻസിയെ ആദ്യം മീറ്റ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെ എക്സാം പഠിക്കണം, കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനൊരു അക്കാഡമി പോയി അവിടെ എക്സാം അത് ക്ലാസ് തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സാമിന് ഡേറ്റ് ആദ്യം എടുക്കണം. എക്സാമിന് ഓഗസ്റ്റ് നോക്കി ഡേറ്റ് കിട്ടിയില്ല, സെപ്റ്റംബർ നോക്കി ഡേറ്റ് കിട്ടിയില്ല. അവസാനം ഓഗസ്റ്റ് 7-ാം തീയതി എനിക്ക് ഡേറ്റ് കിട്ടി. അത് ചെന്നൈയിലാണ് കിട്ടിയത്. അങ്ങനെ അക്കാഡമി പോയി പഠിച്ചു. അവിടെ റൂമിൽ ചെന്നപ്പോഴത്തേക്കും എനിക്കൊരു പേടിയുണ്ടായി. കാരണം നമ്മൾ വെളുപ്പിനെയൊക്കെ പ്രാർത്ഥിക്കുമ്പം ഈ മാതാവിന് വിശ്വാസം ഇല്ലാത്ത അല്ലെങ്കിൽ അതിനോട് ഇതില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാവില്ല നമ്മൾ വെളുപ്പിനെ പ്രാർത്ഥിക്കുമ്പം. അപ്പം ഞാൻ പറഞ്ഞു മാതാവേ എനിക്ക് വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണമെങ്കിൽ മാതാവിനെ അറിയാവുന്ന ഒരു കൊച്ചിനെ തന്നെ എൻ്റെ കൂടെ തരണേ, അല്ലെങ്കിൽ ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കി എന്ത് ചെയ്യും എന്നോർത്ത് ഞാൻ റൂമിലോട്ട് കയറി ചെല്ലുമ്പം എൻ്റെ അപ്പുറത്തെ റൂമിലെ കൊച്ചിൻ്റെ ബെഡിൽ തലേണയുടെ പൊക്കത്ത് ഉടമ്പടി പുസ്തകം ഇരിക്കുക. എനിക്ക് ഭയങ്കര സന്തോഷമായി അത് കണ്ടപ്പോൾ. കാരണം ഞാൻ പ്രാർത്ഥിച്ച് തീർന്നില്ല. അപ്പോഴേക്കും ആ കുട്ടി എൻ്റെ കൂടെ പിന്നെ ഞങ്ങൾ ഒരുമിച്ചായി പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ ക്ലാസ്സുകൾ അവസാനിച്ചു. ഞാൻ എക്സാമിന് പോകാനായിട്ട് ട്രെയിൻ നോക്കി, ട്രെയിൻ ഒന്നും കിട്ടിയില്ല. കാരണം ബസ്സിൽ പോയാൽ ഞാൻ ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യുന്ന ആളായതുകൊണ്ട് ബസ് നോക്കില്ല, ട്രെയിനാണ് നോക്കിയത്. ട്രെയിൻ കിട്ടാത്തതുകൊണ്ട് അവസാനം ബസ്സിൽ ബുക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര വൊമിറ്റിങ് കണ്ടിന്യൂസ് ആയിട്ട് വന്നപ്പം കുറേ വൊമിറ്റ് ചെയ്തു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഒരു സാക്ഷി ഞാൻ കേട്ടായിരുന്നു ഇതുപോലെ ഒരുപാട് വയ്യാണ്ടായപ്പോൾ ഒരു ചേച്ചി പറഞ്ഞു മാതാവേ അമ്മയുടെ മടിയിൽ കിടത്തി എന്നെ ഉറക്കണേ, എനിക്കിനി വയ്യ, എന്നെ കൂടി ഇനി പറ്റത്തില്ല എന്നൊരു സാക്ഷി ഞാൻ കേട്ടു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു മാതാവ് ഇനി എനിക്ക് ഛർദ്ദിക്കാൻ വയ്യ, ഇനി ഇങ്ങനെ ഞാൻ ടയേർഡായി പോയത്, എനിക്ക് എക്സാം കാര്യങ്ങളൊന്നും എഴുതാൻ പറ്റത്തില്ല, അതുകൊണ്ട് അമ്മ എന്നെ അമ്മയുടെ മടി കിടത്തി ഉറക്കണേ എന്ന് ഞാൻ പറഞ്ഞ് അതിനുശേഷം ഞാൻ ഛർദ്ദിച്ചില്ല. പിന്നെ രാവിലെ 6 മണിയായപ്പോൾ ഞാൻ ഉണർന്ന് പിന്നെ കുറേ സമയം എടുത്തു അവിടെ ചുറ്റി സെൻറ്റർ കണ്ടുപിടിക്കാൻ. എക്സാം ഹാളിൽ ചെന്നിട്ടും എനിക്ക് ബസ്സിൽ പോലും ഒന്നും ഇരുന്ന് നോക്കാൻ പറ്റില്ല, വയ്യാതായല്ലോ. ഞാനപ്പോൾ പറഞ്ഞു മാതാവ് എനിക്ക് ഒന്നും നോക്കാൻ പോലും പറ്റിയില്ല, ഞാൻ എക്സാം എന്തെഴുതും, സാരമില്ല മാതാവ് എനിക്കൊരു വഴി കാണിച്ചിരുന്നു പറഞ്ഞ് ഞാൻ കയറിയപ്പോൾ അവരാദ്യം കാശ് രൂപം എൻ്റെ കഴുത്തെ കണ്ടിട്ട് അവർ അത് ഫുള്ള് ചെക്ക് ചെയ്തിട്ട് ഊരാനെന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഞാൻ പൊക്കിയപ്പോൾ അവർ നല്ല വേണ്ട അത് കഴുത്തെ കിടന്നോട്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ എക്സാം ഹാളിൽ പോയി ഇരുന്ന് കഴിഞ്ഞ് കാശ് രൂപത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ വന്ന് ചെക്ക് ചെയ്തു അതിന് എന്തെങ്കിലും മൈക്കാണോ അതെന്തെങ്കിലും ആണോ എന്ന് കരുതി അവരത് ഫുൾ ചെക്ക് ചെയ്തിട്ട് അവർ പറഞ്ഞു അങ്ങനെ സംസാരിക്കരുത്, അവർക്ക് ക്യാമറയിൽ കൂടെ കാണാമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് നോക്കിയപ്പം കുറച്ചൊക്കെ അറിയാവുന്നത് വേറെ ഒന്നും അറിയാവുന്നതും ഇല്ല. ഞാൻ പറഞ്ഞു മാതാവ് ഇനി ഒരു എക്സാം എഴുതാൻ, കാരണം ഈ എക്സാമിനുള്ള 60,000 ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് എൻ്റെ വീട്ടുകാർക്ക് അറിയത്തുള്ളൂ, അതുകൊണ്ട് ഇനി ഒരു എക്സാം എഴുതാമെന്ന് പറഞ്ഞാൽ അത്
പോസിബിളായിട്ടുള്ള കാര്യമല്ല. ഇനി ഞാൻ ഈ കാര്യം ഉപേക്ഷിച്ചാൽ മതി. അതുകൊണ്ട് ഒറ്റ എഴുത്തിൽ തന്നെ എനിക്ക് പാസ്സാണ്. എനിക്ക് പാസ്സായാൽ മാത്രം മതി. ഒറ്റ എഴുത്തിൽ തന്നെ എനിക്കത് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് എക്സാം ഹോളിൽ കയറി ആദ്യം കുറച്ച് അറിയാവുന്ന എഴുതി, പിന്നെ ഒന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് ഓരോന്ന് പറഞ്ഞു തരണമെന്നാണ് മാതാവിനോട് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി. എനിക്ക് മാതാവ് കാണിച്ചു തരുന്ന ആൻസർ ഞാൻ ടിക്കറ്റ് പോയി. 1.5 മണിക്കൂറായിരുന്നു ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടത്, ഒരു സെക്ഷൻ അറ്റൻഡ് ചെയ്യേണ്ടത്. ഞാൻ എല്ലാ ക്വസ്റ്റ്യനും അരമണിക്കൂർ മുമ്പ് ഞാൻ അറ്റൻഡ് ചെയ്യും. എന്നിട്ട് എനിക്ക് അവസാനം ഈ സമയത്തിനുള്ളിൽ എഴുതി തീർക്കാൻ പറ്റുന്ന പേടിയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ സമയത്തിനുള്ളിൽ അതെല്ലാം എഴുതി തീർത്തു. എക്സാം എഴുതി എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കഴിഞ്ഞ് മുമ്പ് ആദ്യം ഞാൻ ഇറങ്ങിയത്. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് ചെന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡായിരുന്നു കൂടെ വന്നത്. ഹസ്ബൻഡ് എൻ്റെ അടുത്ത് ചോദിച്ചു, എടി എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു എക്സാം എനിക്ക് ഭയങ്കര പാടായിരുന്നു. എനിക്ക് തോന്നിയ ക്വസ്റ്റ്യൻസ് എനിക്ക് മാതാവ് കാണിച്ചു തന്നതെന്ന് മാത്രമാണ് ഞാൻ എഴുതിയത്. പക്ഷേ എനിക്ക് ഉറപ്പാണ് ഞാൻ എക്സാം എന്തായാലും പാസ്സാവും. അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു, നീ ഒന്നും എഴുതിയില്ല, ഞാൻ പാസ്സാകും എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ബയോമെട്രിക് ആയതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. അതായത് എക്സാമിന് കയറിയപ്പോൾ ഞാൻ ലാസ്റ്റ് നോക്കണമെന്ന് വെച്ച കാര്യങ്ങൾ പോലും ഞാൻ നോക്കിയില്ല. ആ നോക്കാത്ത കാര്യങ്ങളൊക്കെ എക്സാമിന് വന്നു, അതെനിക്ക് എഴുതാൻ പറ്റിയില്ല. എന്നിട്ടും ഞാൻ എക്സാമിന് അറിയാതെ എഴുതിയ എല്ലാ എക്സാമിനും ഞാൻ പാസ്സായി. എക്സാം പാസ്സായതിന് ശേഷം ഞാൻ ആദ്യം ഒരു ഏജൻസിക്ക് കൊടുത്തു. ആ ഏജൻസിയിലെ ആളെൻ്റെ പാസ്പോർട്ട് വെച്ച് ബ്ലോക്കാക്കി, അത് കുറേ ഇഷ്യൂ ആയി. അപ്പം അങ്ങനെ കുറേ തടസ്സങ്ങൾ വന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ നടക്കാതെ വന്നപ്പം ഞാൻ വേറൊരു ഏജൻസിയെ കണ്ട് അവരോട് ഈ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ എനിക്ക് പൈസയുടെ കാര്യങ്ങളില്ലയെന്ന് പറഞ്ഞപ്പം അയാൾ എന്നെ സഹായിക്കാൻ കുഴപ്പമില്ല, അപ്പോൾ ഇതൊക്കെ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് പകുതി വരെയായി. ഞാൻ കഴിഞ്ഞ ഒക്ടോബർ 7-ാം തീയതി എഴുതിയ എക്സാം ഇപ്പോൾ ഈ ഒക്ടോബർ ആയില്ല, ഇതുവരെയായിട്ടും ഒരു 3 മാസം വരെ അയാൾ ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് സമയം കളഞ്ഞതല്ലാതെ എനിക്ക് ശരിയാക്കി തന്നില്ല. എന്നിട്ട് ലാസ്റ്റ് ഇപ്പോൾ ഒരു ഏജൻറ്റിനെ കണ്ടുപിടിച്ച് ആ ഏജൻറ്റ് അത് ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, ഞാൻ ഉടമ്പടിയിൽ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ സഹായിക്കുന്നില്ലേ, കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നില്ലേ, ഇനി എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൊണ്ടാണോ എന്ന് കരുതി ഞാൻ പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും എൻ്റെ കുറച്ച് പത്രം ഞാൻ കൊടുക്കാൻ ബാലൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് മറന്നുപോയതല്ല, അത് കൊടുക്കാമെന്നുള്ള ഒരു ഇതിലിരുന്ന അതെല്ലാം കൊടുത്തു ഞങ്ങളുടെ അടുത്തൊരു പള്ളി ഉണ്ടായിരുന്നു. അവിടെ പോയി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഏജൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ വിസയുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ആ വിസയുടെ ഇത് സ്ക്രീൻഷോട്ടൊക്കെ എനിക്ക് എടുത്ത് അയച്ചു തന്നു. അതെല്ലാം അയച്ചു തന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാത്തിനും ഓരോരോ തടസ്സങ്ങളായിരുന്നു. എവിടെ പോയാലും പൈസയായിരുന്നു മെയിൻ തടസ്സം. ഓരോ സമയവും പൈസ റെഡിയാകാതിരുന്നപ്പോഴത്തേക്കും ഞാൻ അയാളോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് കുറച്ച് സമയം വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് പൈസ ശരിയാവുന്നില്ല, ഞാൻ എന്ത് ചെയ്യുന്നു, ഇത്ര കൊണ്ട് എന്നെ എത്തിച്ചിട്ട് ഇനി മുമ്പോട്ട് ഞാൻ എന്ത് ചെയ്യും? കാരണം 1 രൂപ പോലും കയ്യിലില്ലാതിരുന്ന സമയത്താണ് ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങിയത്. അതായത് കയ്യിൽ 1 രൂപ പോലും ഇല്ല, എന്നിട്ട് ഞാൻ ഇതിനൊക്കെ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. എന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു, എടി ഇതെങ്ങനാ, പൈസ ഒന്നും ഇല്ലാതെ നീ എന്തുദ്ദേശിച്ചാ? ഞാൻ പറഞ്ഞു നമ്മുടെ കയ്യിൽ 1 രൂപ പോലും ഇല്ല, പക്ഷേ ചേട്ടൻ നോക്കിക്കോ, ഞാൻ എന്തായാലും പുറത്ത് പോകും എന്ന് പറഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ആദ്യം പൈസ ചോദിച്ചവർ വിളിച്ചിട്ട് പറഞ്ഞു പൈസ തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ പൈസയും അങ്ങനെയുള്ള എല്ലാ പൈസയും ഏജൻറ്റിന് കൊടുക്കാനുള്ള പൈസയും കാര്യങ്ങളും എല്ലാം പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞ് പിന്നെയും തടസ്സം, ടിക്കറ്റ് ശരിയാവുന്നില്ല. അതായത് എനിക്ക് ടിക്കറ്റ് കിട്ടുന്നില്ല, ടിക്കറ്റിൻ്റെ ഡേറ്റ് താമസിക്കും, വിസ വരാനും താമസിക്കും എന്നൊക്കെ പറഞ്ഞ ഒത്തിരി പ്രശ്നമുണ്ടായി. എന്നിട്ട് ടിക്കറ്റും കാര്യങ്ങളും എല്ലാം എനിക്ക് കിട്ടിയതിന് ശേഷം ഇതുപോലെ എനിക്ക് എന്തെങ്കിലും വയ്യാഴികയോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോഴത്തേക്കും ഞാൻ ഉടമ്പടി ഉപ്പും എണ്ണയുമാണ് യൂസ് ചെയ്യാറ്. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും അമിതമായിട്ട് ടെൻഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടുത്തില്ല, അപ്പോഴൊക്കെ ഞാൻ ഉപ്പ് എടുത്ത് നാവിലിടും. എന്ത് കാര്യത്തിന് പോയാലും ഞാൻ ഉപ്പെടുത്ത് കഴിക്കുക. ഉടമ്പടി തൈലവും കാശുരൂപവും ചേർത്ത് പിടിച്ചാണ് ഞാൻ പോകാറുള്ളത്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഹോസ്പിറ്റലുകളായിരുന്നു ആദ്യം കൊണ്ട് കൊടുക്കാറ്. പിന്നെ ഞങ്ങൾ വരുന്ന വഴിയിൽ കുറച്ച് ആൾക്കാർ എപ്പോഴും ഇരിക്കാറുണ്ട്, അപ്പോൾ അവർക്ക് ഫുഡുകളും കാര്യങ്ങളൊക്കെ കൊടുക്കും. പിന്നെ അല്ലാതെ ഇപ്പോൾ കയ്യിലെന്തെങ്കിലും പൈസയോ കാര്യങ്ങളൊക്കെ ഉള്ളതനുസരിച്ച് ഉള്ളതുപോലെ ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ നേരത്തെയൊക്കെ എൻ്റെ മുമ്പിൽ ആരെങ്കിലും കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ അമ്മയായാലും ഹസ്ബൻഡൊക്കെ ആയാലും നോക്കാതെ അങ്ങ് കൊടുക്കും. അപ്പോൾ ഞാൻ പറയും, എന്തിനാണ് കൊടുക്കുന്നത്, അവർക്ക് ആരോഗ്യമില്ല, അവർ പണിയെടുത്ത് ജീവിക്കട്ടെ, നമ്മളെന്തിനാണ് അങ്ങനെ കൊടുക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. കാരണം ഇടയ്ക്ക് ഞാൻ ഒരുപാട് സമയത്ത് ഉടമ്പടി ഉഴപ്പിയിട്ടുണ്ട്, ഒരുപാട് തവണ ഉഴപ്പിയിട്ടുണ്ട്, പ്രാർത്ഥിക്കാൻ എഴുതിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ആദ്യം മാതാവിനെ ഏൽപ്പിച്ച് അന്ന് തൊട്ട് മാതാവ് എന്നെ കൈവെള്ളം കൊണ്ട് നടക്കുക. ഇപ്പോൾ വരെ ഞാൻ ഉടമ്പടികളെല്ലാം തെറ്റിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് തെറ്റിക്കുകയും പിന്നെ പ്രാർത്ഥിച്ച് ക്ഷമ പറഞ്ഞ് പിന്നെ ഉടമ്പടിയിൽ ആകുമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോഴും മാതാവ് അതിനോട് ക്ഷമിച്ച് എന്നെ മാതാവിൻ്റെ കൂടെ തന്നെ നിർത്തി. എന്നിട്ട് അപ്പം ഞാൻ ആലോചിച്ച് എനിക്ക് യോഗ്യതയില്ലല്ലോ, എന്നിട്ടും എൻ്റെ കാര്യങ്ങളും പൈസയും എല്ലാ കാര്യവും ആ കറക്റ്റ് സമയത്ത് ലേറ്റ് ആകുമ്പം എനിക്ക് അതിൻ്റെ ലേറ്റ് ആകുന്നതിൻ്റെ ആ തടസ്സം എനിക്ക് അതിലും നല്ലൊരു കാര്യമായിരുന്നു എനിക്ക് തന്നുകൊണ്ടിരുന്നത്. എന്തിനാണ് എനിക്ക് തടസ്സം വന്നത്, ആ തടസ്സം എൻ്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അതുപോലെ തന്നെ മെഡിക്കലിൻ്റെ കാര്യം വന്നു. മെഡിക്കൽ വന്നപ്പോഴത്തേക്ക് ഓൾറെഡി എനിക്ക് 20% പ്രശ്നമുണ്ട് ലങ്സിന്. അപ്പോൾ മെഡിക്കൽ എടുക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പും ഉടമ്പടി തൈലവും യൂസ് ചെയ്തിട്ടാണ്
ഞാൻ ഇതിന് കയറിയത്, മെഡിക്കലിന് കയറിയിട്ട് ടെസ്റ്റ് പ്രീ മെഡിക്കലും എടുത്തു, മെയിൻ മെഡിക്കലും എടുത്തു. രണ്ടിലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. എനിക്ക് പ്രശ്നമുണ്ട്, അതെനിക്കറിയാം, ഞാൻ എൻ്റെ ടെസ്റ്റ് എടുത്തിട്ടുള്ളതാണ്. പക്ഷേ മെഡിക്കൽ എടുത്തപ്പം ലങ്സിനും കാര്യങ്ങൾക്കും ഒന്നും ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെ ഞാൻ മാതാവ് എനിക്ക് ഇനി ലേറ്റ് ആയി, കാരണം October 7 എൻ്റെ എക്സാമിൻ്റെ വാലിഡിറ്റി തീരും. അതിനു മുമ്പ് എനിക്ക് പുറത്ത് പോകണം, എബ്രോഡ് പോകണം. അതിനുള്ള വഴി എനിക്ക് മാതാവ് കാണിച്ചു തരണേ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും. എന്നെ എല്ലാവരും കളിയാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ശ്വാസമുട്ടൽ വന്ന കാരണം ജോലിക്ക് പോകാൻ പറ്റത്തില്ല, പൈസ ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ മാറി നിന്നപ്പോൾ ഒരുപാട് പേര് കളിയാക്കിയവരൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ അതിനൊക്കെ മാതാവ് എന്നെ ഇപ്പോൾ ഈ നിങ്ങളുടെ എല്ലാവരുടെ മുമ്പ് എനിക്ക് സാക്ഷ്യം പറയാനായിട്ടൊരു അവസരം തന്നതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമുക്ക് തടസ്സങ്ങൾ വരുന്നതിന് ഒരു റീസൺ അതിലും 100% ബെറ്ററായിട്ടുള്ള മറ്റൊരു കാര്യത്തിനാണ്. ഒരിക്കലും നമ്മൾ മാതാവിനെ എനിക്ക് മാതാവ് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറയരുത്. നമുക്ക് തരുന്ന തടസ്സം അതിൻ്റെ പറയാൻ എനിക്ക് വാക്കില്ല, അതിൻ്റെ ഇരട്ടി നല്ലത് മാത്രം തരാനാണ് മാതാവ് നമുക്കൊരു തടസ്സം വെക്കുന്നത്. അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി. മിനി ഷാജി എൻ്റെ പേര്. ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപത മാണിക്യമംഗലം ഇടയിൽ നിന്ന് വരുന്നു. എനിക്ക് 4 മക്കളാണ്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ആദ്യമായിട്ട് 2019 അന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ 4 മക്കളെയും ഭർത്താവിനെയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിനോട് ചേർത്ത് നിർത്തണമെന്നായിരുന്നു എൻ്റെ വലിയൊരു ആഗ്രഹം. അങ്ങനെ ഞാൻ അവരെ എല്ലാവരെയും ഉടമ്പടിയിലാക്കി. അതിനുശേഷം ഇപ്പോൾ 3ാമത്തെ കുട്ടികൾ എൻ്റെ ഇരട്ട കുട്ടികളാണ്. അവർക്ക് വേണ്ടിയാണ് ഞാൻ അവരെ ഡിഗ്രി കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ അവരെ ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ കൊണ്ടുവന്നു. പിന്നെ അവരുടെയുള്ള ജീവിതാനുഭവങ്ങൾ അവർ പറയുന്നതായിരിക്കും. എൻ്റെ പേര് സെനോനു ഷാജി. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നത് 2024 March 22 ഞങ്ങൾ വിദേശത്ത് പോയി പഠിക്കണമെന്ന് ആഗ്രഹിച്ച് ഇരുന്ന 2 വ്യക്തികളായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മ പറഞ്ഞു, നമ്മൾക്ക് ആരുമില്ല, നമുക്ക് മാതാവ് മാത്രമേ ഉള്ളൂ, നമുക്ക് ഉടമ്പടി എടുത്തിട്ട് ആവാം എല്ലാ കാര്യങ്ങളെന്ന് പറഞ്ഞ് ഞങ്ങളുടെ 6th സെമസ്റ്റർ, ഞങ്ങൾ ഫൈനൽ സെമസ്റ്റർ എക്സാം കഴിഞ്ഞ 2 ദിവസം കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ ഞങ്ങൾ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു. നിബന്ധനകളൊക്കെ ഞങ്ങൾ പാലിച്ച് പോന്നു. അപ്പോൾ ഇവിടെ വികാരി ജോസഫ് അച്ഛൻ പറഞ്ഞിരുന്നു, നിങ്ങൾ തട്ടുമുട്ടും കിട്ടുമ്പോൾ അല്ല ഓടി വരണ്ടേ, ആദ്യമേ തൊട്ട് നിങ്ങൾ ഉടമ്പടിയിലായിരിക്കണം. അപ്പോൾ ഞങ്ങൾ ഈ വിദേശ പഠനത്തിന് തുടക്കത്തിൽ തന്നെ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിനുശേഷമാണ് ഞങ്ങൾ IELTS ഒക്കെ എഴുതുന്നത്. ഞങ്ങൾക്കൊരു ഡിസൈഡ് സ്കോറും കിട്ടി. ഒരു വീട്ടിൽ നിന്ന് 2 മക്കൾ ഒരുമിച്ച് വിദേശത്ത് പോകുമ്പോൾ നല്ല സാമ്പത്തികമായിട്ട് ഒരുപാട് ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞങ്ങളുടെ സ്ഥലങ്ങളൊക്കെ വിൽക്കാൻ ഉണ്ടായിരുന്നു, അതൊന്നും വിൽക്കാനായിട്ട് പറ്റണ്ടായില്ല. അപ്പം ഞാനും എൻ്റെ ഫാമിലിയും പോയിട്ട് ആ ഭൂമിയിൽ പോയി ഇവിടുന്ന് വെഞ്ചരിച്ച തൈലവും ഉപ്പും പോയി അവിടെ ഇട്ട് അതിനുശേഷം ഒന്നൊന്നായിട്ട് വേഗം തന്നെ ഞങ്ങളുടെ സ്ഥലങ്ങളൊക്കെ വിറ്റുപോയി. നല്ലൊരു റീസണബിൾ എമൗണ്ടിൽ തന്നെ അത് വിറ്റ് പോകാനും ഞങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിയ കാശ് വെച്ച് ഞങ്ങളുടെ പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാനും ഞങ്ങൾക്ക് പറ്റി. അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബറിലാണ് ഞങ്ങൾ സ്കോട്ട്ലാൻഡിലേക്ക്, ഞങ്ങൾ നാട്ടിലിവിടെ BSW കഴിഞ്ഞു, MSW ചെയ്യാനായിട്ട് സ്കോട്ട്ലാൻഡിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഇതെന്ന് വെച്ചാൽ ഓഫർ ലെറ്റർ വരണം. അപ്പോൾ ഞങ്ങൾക്ക് ഓഫർ ലെറ്ററിന് ആപ്ലിക്കേഷൻ വെച്ചതിന് ശേഷം ഞങ്ങൾ യൂണിവേഴ്സിറ്റി പറഞ്ഞു ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു വർക്ക് എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ ശരിക്കും ഞങ്ങൾ കഴിഞ്ഞ വർഷമായിട്ട് തന്നെ ഞങ്ങൾ വീടിൻ്റെ അടുത്തൊരു സ്പെഷ്യൽ സ്കൂളുണ്ട്, ഹിയറിംഗ് ഇമ്പയർമെൻറ്റുള്ള പിള്ളേരുടെ ഒരു സ്കൂളാണ്. അവിടെ ഞങ്ങൾ സോഷ്യൽ വർക്ക് ട്രെയിനീസായിട്ട് വർക്ക് ചെയ്യേണ്ടായിരുന്നു. പക്ഷേ സർട്ടിഫിക്കറ്റിൽ ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു മിസ്റ്റേക്കിലാണ് ഞങ്ങൾ ആ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങളിങ്ങനെ മെയിൽ അയച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു ക്ലറിക്കൽ മിസ്റ്റേക്കാണ്, ഞങ്ങൾ ശരിക്കും അവിടെ ട്രെയിനീസായിട്ടാണ് വർക്ക് ചെയ്തത്. അങ്ങനെ പറഞ്ഞ് അടുത്ത ദിവസം തന്നെ ഞങ്ങൾക്ക് ഓഫർ ലെറ്റർ വരാണ്. UK പോയവർക്കറിയാം, ക്യാസ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് പാസ്സായാലാണ് ലെറ്റർ വന്നാലാണ് നമുക്ക് വിസയ്ക്ക് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ക്യാസിൻ്റെ പ്രീ ക്യാസ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് പ്രിപ്പയർ ചെയ്യാനും അത് ടെസ്റ്റ് പാസ്സാവാനായിട്ട് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവണമെന്നൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു, കാരണം ഞങ്ങൾക്ക് സമയം അധികമില്ല. September 15 ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു അത്ഭുതം എന്നെ പോലെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ഞങ്ങൾക്കൊരു മെയിൽ അയക്കുകയാണ്, നിങ്ങൾക്ക് ഈ പ്രീ ക്യാസ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാസ് വരുമെന്ന്. അത് കേട്ടപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയി. ഞങ്ങൾ ഒരുപാട് നന്ദി പറഞ്ഞു, കാരണം ഞങ്ങൾക്ക് സമയമില്ല, ഇതിന് പെട്ടെന്ന് തന്നെ പോയേ വേണം. അങ്ങനെ ഞങ്ങൾ ക്യാസ് ലെറ്റർ വന്നു. അതിന് കഴിഞ്ഞിട്ട് സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നടന്നു. അങ്ങനെ ഞങ്ങൾ ഈ September 16 വിസയ്ക്ക് വെച്ചു. September 18 19 ആയിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും വിസ വന്നു. ഞങ്ങൾ ഈ പ്രോസസ്സിൻ്റെ ഓരോ ഓഫീസിലും കയറി ഇറങ്ങുകയും ഞങ്ങളിവിടുന്ന് വെഞ്ചരിച്ച് കിട്ടിയ തൈലവും ഉപ്പും ആ ഓഫീസിൽ പോയിടുകയും ആ ഓഫീസേഴ്സ് ഇരിക്കണ അവരുടെ ക്യാബിൻ്റെ അവിടെ ഡോറിൻ്റെ അവിടെ പോയിട്ട് തൈലം പൂശുകയും ചെയ്തു. അങ്ങനെ വിശ്വാസത്തോടെയാണ് ഞങ്ങൾ ഓരോ
ടാസ്കും അല്ലെങ്കിൽ ഓരോ ഉദ്യമങ്ങളും ചെയ്തത്. ഞങ്ങളുടെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അവിടെ കുറേ അമ്മച്ചിമാരാണ്. അവരെ കുളിപ്പിക്കാനും അവർക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണമൊക്കെ അമ്മ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അമ്മേനെ സഹായിക്കാനും അവരോട് കുറച്ച് നേരം സംസാരിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ഞങ്ങൾ പോവായിരുന്നു. അങ്ങനെ ഒരു ദിവസം അമ്മ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു അമ്മച്ചി ഭയങ്കരമായിട്ട് മോശനിൽ മുങ്ങിക്കിടക്കായിരുന്നു. അന്ന് അമ്മയ്ക്ക് എന്നും ഇല്ലാത്തൊരു സങ്കടം അന്ന് വന്നു. അന്ന് അമ്മ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങളോട് പറഞ്ഞു, ഇന്ന് ഈശോ നമ്മുടെ വീട്ടിലേക്ക് എന്തായാലും വരും, കാരണം ഞാൻ അത്രയും വിഷമിച്ചു എന്ന്. അങ്ങനെ അമ്മ ഉറങ്ങണ നേരത്ത് അമ്മ ഒരു സ്വപ്നം കാണാണ്. ഈശോ അമ്മ അന്ന് കുളിപ്പിച്ച അമ്മച്ചിയുടെ അടുത്ത് അമ്മച്ചീനെ കെട്ടിപ്പിടിച്ച് നിന്നുകൊണ്ട് അമ്മയെ നോക്കി ചിരിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് അതൊരു ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ ഈശോ വരുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ കിട്ടുന്ന പത്രങ്ങളൊക്കെ പ്രാർത്ഥിച്ച് മാതാൻ തൈലൊക്കെ പുരട്ടി ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചാണ് ബസ് സ്റ്റാൻഡുകളിലും ഓട്ടോ സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ കൊണ്ടുപോയി കൊടുത്തുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് പറ്റുന്ന രീതിക്കാണ് മാതാവിനെ കുറിച്ച് പറയാനും മാതാവിന് ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറയാൻ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റലുകളിൽ പോയി ഞങ്ങൾക്ക് പറ്റുന്ന രീതിക്ക് അവരെ സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ ഉടമ്പടി ജീവിതത്തിൽ മനസ്സിലായ ഒരു കാര്യം, നമ്മൾ ഈശോനെ കൂട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ഈശോ നമ്മുടെ കൂടെ എന്തായാലും ഇറങ്ങി വരും. അതുപോലെ തന്നെ ഈ ഉടമ്പടി ജീവിതം വഴി ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, നമ്മൾ മാതാവിനെ എത്ര സഹനങ്ങളുണ്ടായാലും നമ്മൾ മാതാവിനെ കൂട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ മാതാവ് നമ്മുടെ എന്ത് കാര്യങ്ങളും നമുക്ക് വേണ്ടത് അനുസരിച്ച് മാതാവ് നമുക്ക് നൽകും എന്നാണ്. എല്ലാ അനുഗ്രഹങ്ങളും തന്ന മാതാവിന് ഈശോയ്ക്കും 1000 നന്ദി.